Hello everyone, welcome to CS Classroom. ഇന്ന് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് കോമ്പിനേഷണൽ ലോജിക് അനാലിസിസ്, നമ്പർ 2 canonical SOP and POS, and number 3 min term and max term equivalence. ഇതെല്ലാം എന്താണ്, അതെല്ലാം നമ്മൾ കുറച്ച് ഡീറ്റെയിലിൽ നമുക്ക് നോക്കാം. Okay, so let's get started with our first topic, which is combinational logic analysis. Okay, so combinational logic analysis എന്ന് പറയുമ്പോൾ എന്താണ്? It refers to the act of deciphering the operation of a circuit from its final logic diagram. എന്താ ബേസിക്കലി പറയുന്നത്, ഒരു ലോജിക് ഡയഗ്രാം ഉണ്ടാവും, റൈറ്റ്? ആ ലോജിക് ഡയഗ്രാമിൽ നിന്നും അതെന്താണ് ആ ലോജിക് ഡയഗ്രാം നമുക്ക് തരുന്നത്, അതിൻ്റെ ഓപ്പറേഷൻ എന്താണ് ആ സർക്യൂട്ട് ഡയഗ്രാമിൻ്റെ, അത് നമ്മളെ മനസ്സിലാക്കി തരിക, അതിന് നമ്മൾ ഡീസൈഫർ ചെയ്ത് തരിക, അല്ലെങ്കിൽ നമ്മൾ ഡീകൺസ്ട്രക്ട് ചെയ്ത് തരുന്ന പരിപാടിയാണ് കോമ്പിനേഷണൽ ലോജിക് അനാലിസിസ് ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ എന്താണ് ബേസിക്കലി ഫൈൻഡിങ് ദി ലോജിക് എക്സ്പ്രഷൻ ഫ്രം എ ലോജിക് ഡയഗ്രാം. ഒരു ലോജിക് ഡയഗ്രാമിൽ നിന്നും ഒരു ലോജിക് എക്സ്പ്രഷൻ, അത് നമ്മളൊരു അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എഴുതുന്ന പോലെ നമുക്ക് എഴുതാൻ സാധിക്കണം. അതിനെ നമ്മൾ കോമ്പിനേഷണൽ ലോജിക് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത്? ബേസിക്കലി നമുക്കറിയാം, നമ്മുടെ സപ്പോസ് നമുക്ക് ഇങ്ങനെ ഒരു നമ്മുടെ ബ്ലോക്ക് ഉണ്ട്. ഈ ബ്ലോക്കിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നത്, റൈറ്റ് ഹാൻഡ് സൈഡിലാണ് നമ്മുടെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓൾറൈറ്റ്, സോ what combinational logic diagrams are typically written with their inputs on the left and their output on the right. Okay, now ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. യു ക്യാൻ സി ഈ എക്സാമ്പിളിൽ എന്തുണ്ട് നമുക്കറിയാം. ഇതെല്ലാം എന്താണ്? ദിസ് ഇസ് ആൻഡ്, ഇതെന്താണ്? നമ്മുടെ XOR ആണ്, ഇത് നോട്ട് ആണ്, ആൻഡ് ദിസ് ഇസ് വാട്ട്? ഓർ. അല്ലേ? സോ ഇതെന്താണ്? ഇതൊരു ഡയഗ്രാം ആണ്, ലോജിക് ഡയഗ്രാം ആണ്. ഈ ലോജിക് ഡയഗ്രാം എന്താണ് ചെയ്യുന്നത്, റൈറ്റ്? അതാണ് നമ്മുടെ ലോജിക് എക്സ്പ്രഷൻ. സോ ഈ ലോജിക് ഡയഗ്രാമിൽ നിന്നും നമ്മൾ ലോജിക് എക്സ്പ്രഷനെ കണ്ടുപിടിക്കുന്നതാണ് കോമ്പിനേഷൻ ലോജിക് അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, സോ യു ക്യാൻ സി ആസ് ദ ഇൻപുട്ട് ചേഞ്ചസ്, യു ക്യാൻ സി നമ്മൾ എ ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്കും യു ക്യാൻ സി എ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്തു, റൈറ്റ്? എന്നിട്ട് ഇവിടെ ഈ പോയിന്റിൽ വരുമ്പോഴത്തേക്കും ആൻഡ് ഓപ്പറേഷൻ നടക്കണം. ആര് തമ്മിൽ? എയും ഈ രണ്ട് ഇൻപുട്ട് തമ്മിൽ. ഓൾറൈറ്റ്, സോ ബി ഇവിടെ നിന്ന് വന്നു, പക്ഷെ ബി നോട്ടിൽ കൂടെ കടന്നു പോയിട്ട് ഇവിടെ എന്ത് വരും? ബി ബാർ വരും. ഓൾറൈറ്റ്, സോ ഇതിനെ നമ്മൾ എന്ത് പറയും? ഇന്റർം കോമ്പിറ്റേഷൻ എന്ന് പറയും. ഇവിടെ എന്ത് സംഭവിച്ചു? ഇന്റർമീഡിയറ്റ് കോമ്പിറ്റേഷൻസ് നടന്നു, റൈറ്റ്? എ ഇവിടെ നിന്ന് പ്രൊപ്പഗേറ്റ്, അപ്പൊ ഇവിടെ എന്താണ്? അടുത്ത ഇന്റർമീഡിയറ്റ് റിസൾട്ട് വരും. ഇതെന്തായിരിക്കും വരിക? എ ഡോട്ട് ബി ബാർ, റൈറ്റ്? കാരണം ബി ഇവിടെ നിന്ന് വന്നു, ബി ബാർ ആയി മാറി. ഈ ബി ബാർ ആണ് ആൻഡ് ഓപ്പറേഷനിൽ കൂടെ. സോ ദീസ് ആർ വാട്ട്? ഇന്റർം കോമ്പിറ്റേഷൻസ്, റൈറ്റ്? സോ എന്താണ് ദീസ് കോമ്പിറ്റേഷൻ? ഏത് കോമ്പിറ്റേഷൻസ്? ഈ ഇന്റർം കോമ്പിറ്റേഷൻസ് എന്നാണ് പ്രൊപ്പഗേറ്റ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് until ultimately the final output of the system reaches its final steady value. Final steady value എവിടെ ആയിരിക്കും? റീച്ച് ഇവിടെ. സോ എന്താണ് ഈ ഇന്റർം ഓപ്പറേഷൻസ്? ഓരോ തവണ നമ്മുടെ ഗേറ്റ്സ് വരുമ്പോൾ അതിനെ വാല്യുവേറ്റ് ചെയ്ത് ഇങ്ങനെ എന്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യണം ലെഫ്റ്റ് ടു റൈറ്റ്, റൈറ്റ്? സോ ഇവിടെ എന്തായിരിക്കും വരിക? ഇതെന്താണ്? എ ഡോട്ട് ബി ബാർ ആണ്. അതുപോലെ യു ക്യാൻ സി ബി ബാർ ഇവിടെ നിന്ന് വരുവാണ്, ആൻഡ് ബി ബാർ ഹാസ് ബീൻ ഫെഡ് ടു XOR ഗേറ്റ്, റൈറ്റ്? ആൻഡ് സി ഓൾസോ ഹാസ് ബീൻ ഫെഡ് ടു ദി XOR ഗേറ്റ്. അപ്പൊ ഈ ഇന്റർം റിസൾട്ട് എന്തായിരിക്കും? യു ക്യാൻ സി ബി ബാർ XOR സി ആയിരിക്കും. നൗ എ ഡോട്ട് ബി ബാറും ബി ബാർ XOR സി എന്താണ്? ഇന്റർം കമ്പ്യൂട്ടേഷൻസ് ആണ്. അത് നമ്മുടെ ഓർ ഗേറ്റിൽ കൂടെ കടന്നു പോവാണ്. അപ്പൊ ഫൈനൽ എന്തായിരിക്കും നമുക്ക് കിട്ടുക? നമുക്ക് എ ഡോട്ട് ബി ബാർ ഓർ ബി ബാർ XOR സി ആയിരിക്കും കിട്ടുക, റൈറ്റ്? സോ എങ്ങനെ നമ്മൾ ചെയ്യുക? സോ വെൻ അനലൈസിംഗ് ദ ബിഹേവിയർ ഓഫ് എ കോമ്പിനേഷൻ ലോജിക്, a similar left to right approaches ഇതാണ് നമ്മൾ ചെയ്തത്. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? ഈസ് ടു ലേബിൾ ഈച്ച് ഇന്റർമീഡിയറ്റ് നോഡ് ഇൻ ദ സിസ്റ്റം. അതാണ് നമ്മൾ ചെയ്തത്. ബി ബാർ, ഇതെല്ലാം ഇന്റർമീഡിയറ്റ് നോഡ്സ് ആണ്, അല്ലെ? എ ഡോട്ട് ബി ബാർ, ബി ബാർ XOR സി, ഇതെല്ലാം എന്താണ്? ഇന്റർമീഡിയറ്റ് ആണ്. ദെൻ നമ്മൾ എന്ത് ചെയ്യുക? സെക്കൻഡ് സ്റ്റെപ്പ് ഇറ്റ് ഇസ് റൈറ്റ് ഇൻ ദ ലോജിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് നോഡ് ബേസ്ഡ് ഓൺ ദി പ്രൊസീഡിയർ. അതാണ് നമ്മൾ ചെയ്തത്, റൈറ്റ്? നമ്മൾ എന്ത് ചെയ്തു? ആദ്യം നമ്മുടെ ഇന്റർമീഡിയറ്റ് നോഡ്സിനെ മനസ്സിലാക്കി, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ എക്സ്പ്രഷൻ നമ്മൾ ഇവിടെ എഴുതി. ഇനി നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഫൈനൽ നമ്മുടെ ഔട്ട്പുട്ട് ഇവിടെ എഴുതും. സോ എന്തായിരിക്കും ഫൈനൽ ഔട്ട്പുട്ട്? എ ഡോട്ട് ബി ബാർ. അതാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻപുട്ട്, എ ഡോട്ട് ബി ബാർ. അതുപോലെ ഇവിടെ എന്താണ്? ഓർ ഓപ്പറേഷൻ ചെയ്യണം, റൈറ്റ്? ഓർ എന്ന് പറയുമ്പോൾ സിംപ്ലി പ്ലസ് ഇടുക, ഇത് ബ്രാക്കറ്റിൽ എഴുതാം. ദെൻ എന്താണ് അടുത്ത എന്താ നമ്മൾ വരുന്നത്? ഇതാണ് വരുന്നത്. വാട്ട് ഇസ് ദിസ്? ബി ബാർ XOR സി, റൈറ്റ്? ഇങ്ങനെ എഴുതി. അതായിരിക്കും നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്, റൈറ്റ്? സോ യു ക്യാൻ സി ഇങ്ങനെയാണ് അതിന്റെ കറക്റ്റ് ആയിട്ട് വരുന്നത്. Alright, you can see എന്താണ് intermediate nodes N1, N2, N3 എല്ലാം എന്താണ് intermediate computations ആണ്, intermediate nodes ആണ്.
റൈറ്റ്. അവയെല്ലാം നമ്മൾ എന്ത് ചെയ്തു, ഇത് ബി ബാർ ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇവിടെ എന്തായിരിക്കും N1, റൈറ്റ്. സോ N2 എന്ന് പറയുമ്പോൾ എ ഡോട്ട് N1 ആണ്. N1 എന്താണ്, ബി ബാർ ആണ്. സോ നമ്മൾ എ ഡോട്ട് ബി ബാർ എന്ന് എഴുതി. നോ സി ഇവിടെ നിന്ന് വരുന്നു ആൻഡ് ബി ബാർ ഇവിടെ നിന്ന് വരുന്നു, റൈറ്റ്. സോ N3 എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു ഇന്റർമീഡിയറ്റ് നോഡ്. N3 എന്ന് പറയുമ്പോൾ എന്താണ്, N1, ഈ N1 ആണ് ഇവിടെ വന്നത്. N1 XOR, ഇതാണ് XOR C. സോ എന്താണ്, N1 എന്ന് പറയുമ്പോൾ ബി ബാർ ആണ്, XOR C. ഡയറക്റ്റ്ലിയും എഴുതാം നിങ്ങൾക്ക്, N1, N2, N3 എന്ന് എഴുതണ്ട. ഒരു കുറച്ച് സിസ്റ്റമാറ്റിക് വേയിൽ ചെയ്യുന്നേ ഉള്ളൂ, റൈറ്റ്. ഫൈനൽ നമുക്ക് എന്തായിരിക്കും കിട്ടുക, N2, ഇത് N2 ഇന്റർമീഡിയറ്റ് നോഡ് ആൻഡ് N3 ഇന്റർമീഡിയറ്റ് നോഡ് തമ്മിൽ OR ഓപ്പറേഷൻ ചെയ്യണം. N2 നമുക്കറിയാം A ഡോട്ട് ബി ബാർ ആണ്, or B bar XOR C, right? So this is combinational logic analysis. Okay, moving on. Okay, അടുത്ത നമ്മൾ എന്താണ്, അടുത്ത ഫൈൻഡിങ് ദ ട്രൂത്ത് ടേബിൾ ഫ്രം എ ലോജിക് ഡയഗ്രാം. ഓക്കെ, സോ എന്താണ് പറയുന്നത്, ഈച്ച് ഇന്റേൺ നോഡ് വിതിൻ ദ ലോജിക് ഡയഗ്രാം ക്യാൻ ബി ഇവാലുവേറ്റഡ് വർക്കിംഗ് ഫ്രം ദ ലെഫ്റ്റ് ടു ദ റൈറ്റ് ഫോർ ഈച്ച് പോസിബിൾ ഇൻപുട്ട് കോഡ്. അത് നമ്മൾ നോക്കി, റൈറ്റ്. ലെഫ്റ്റ് ടു റൈറ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്ത് പോവാം. ഈച്ച് സബ്സിക്വന്റ് നോഡ് ക്യാൻ ദെൻ ബി ഇവാലുവേറ്റഡ് യൂസിങ് ദ വാല്യൂസ് ഓഫ് ദ പ്രിസീഡിംഗ് നോഡ്സ്, റൈറ്റ്. അത് നമ്മൾ ചെയ്തത്, ഓരോ നോഡ്സ് എന്താണ്, അതിന്റെ മുമ്പത്തെ നോഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് പോകുന്നത്, റൈറ്റ്. ഇത് നമുക്ക് ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, എങ്ങനെയായിരിക്കും, നമുക്ക് നേരത്തെ നമ്മളത്തെ സെയിം എക്സാമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. N2 എന്താ ചെയ്തത്, ഇവിടെ ഈ ടേംസ് വെച്ച് നിങ്ങൾ കൺഫ്യൂസ് ആവരുത്. ഈ സബ്സിക്വന്റ് നോഡ് ക്യാൻ ദെൻ ബി ഇവാലുവേറ്റഡ് യൂസിങ് ദ വാല്യൂസ് ഓഫ് ദ പ്രിസീഡിംഗ് നോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് N3 എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക, N2ന്റെ N1ന്റെ ബേസിസിലായിരിക്കും നമ്മൾ N3 കണ്ടുപിടിക്കുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഓൾറൈറ്റ്. സോ നമ്മുടെ ഈ ഒരു ഡയഗ്രാം വെച്ച് നമുക്ക് ട്രൂത്ത് ടേബിൾ എങ്ങനെ കൺസിഡർ ചെയ്യാം. യു ക്യാൻ സി നമുക്ക് എന്തുണ്ട്, നമ്മുടെ ഇൻപുട്സ് എന്ന് പറയുമ്പോൾ ABC മാത്രമാണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം. നമ്മുടെ ഇൻപുട്സ് എന്താണ്, ABC ആണ്. പിന്നീട് വരുന്ന എല്ലാം എന്താണ്, ഇന്റർമീഡിയറ്റ് കോമ്പറ്റേഷൻസ് ആണ്. നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണം, A വേണം, B ബാർ ആണ് വേണ്ടത്, B അല്ല വേണ്ടത്. യു ക്യാൻ സി, കാരണം B ബാർ ആണ് ഇവിടെ വരുന്നത്. അതുപോലെ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, B ബാർ ആണ് വേണ്ടത് ആൻഡ് C വേണം, റൈറ്റ്. സോ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ എന്ത് വേണം, ഇനി ഈ ഔട്ട്പുട്ട് വേണം ആൻഡ് ഈ ഔട്ട്പുട്ട് വേണം. എന്നാൽ ആ രണ്ട് ഔട്ട്പുട്ടാണ് ഇവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്, റൈറ്റ്. പക്ഷെ നമ്മൾ ഒറിജിനലി പുറത്ത് കൊടുക്കുന്ന ഇൻപുട്ട് എന്താണ്, ABC ആണ്, ഓൾറൈറ്റ്. നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ആസ് എ യൂസർ എന്താണ്, ABC ആണ് കൊടുക്കുന്നത്. പക്ഷെ ഇന്റർമീഡിയറ്റ് ഔട്ട്പുട്ട്സ് എന്തായി മാറും, അടുത്ത ഗേറ്റിന്റെ ഇൻപുട്ടായി മാറും, റൈറ്റ്. ദാറ്റ് മീൻസ് ഇവിടെ വന്ന ഔട്ട്പുട്ട് എന്തായി മാറി, ഇതിന്റെ ഇൻപുട്ടായി മാറി, റൈറ്റ്. നമ്മൾ അറിയേണ്ട കാര്യം, നമ്മൾ ജസ്റ്റ് ABC മാത്രമാണ് ഫീഡ് ചെയ്യുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, ABCന്റെ എല്ലാ കോമ്പിനേഷൻസും എഴുതും, റൈറ്റ്. 0 0 0, യു ക്യാൻ സി 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 ആൻഡ് 1. ഇത്രയും കോമ്പിനേഷൻസ് ഉണ്ടാവും ABCന്റെ, റൈറ്റ്. ഇനി നമ്മൾ നോക്കാം N1 എന്താണ്, നമ്മുടെ B ബാർ ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, ബീനെ എടുത്തിട്ട് അതിന്റെ ബാർ ആക്കും. ദാറ്റ് മീൻസ് അതിന്റെ ജസ്റ്റ് കോംപ്ലിമെന്റ് ചെയ്യും, റൈറ്റ്. സോ 0 becomes what, 1, 0 becomes 1, 1 becomes 0 and 1 becomes 0, 0 ഇതെല്ലാത്തിനും കോംപ്ലിമെന്റ് ആവും. യു ക്യാൻ സി ലൈക്ക് ദിസ്, റൈറ്റ്. സോ ബീന്റെ കോംപ്ലിമെന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സോ അതാണ് നമ്മുടെ N1, റൈറ്റ്. ഇനി നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് N2 വേണം, റൈറ്റ്. കാരണം നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് F ആണ്, റൈറ്റ്. ഇനി നമുക്ക് N2 വേണം. അപ്പൊ N2 എന്ന് പറയുമ്പോൾ എന്താണ്, A ഡോട്ട് B ബാർ. സോ N2 എന്ന് പറയുമ്പോൾ എന്താണ്, A ഡോട്ട് B ബാർ. ദാറ്റ് മീൻസ് എയിനെയും B ബാറിനെയും തമ്മിൽ എന്ത് ചെയ്യണം, ആൻഡ് ഓപ്പറേഷൻ ചെയ്യണം, എയിനെയും B ബാറിനെയും, റൈറ്റ്. സോ ആൻഡ് ഓപ്പറേഷൻ എന്തായിരുന്നു നമുക്കറിയാം, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 0 ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. 0 0 എന്താണ്, 0 ആണ്. 0 1 എന്താണ്, 0 ആണ്. 1 0 എന്താണ്, 0 ആണ്. 1 1 വന്നാൽ മാത്രമേ 1 ആവുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം, 0 0 0 1 എന്തായിരിക്കും, 0 ആയിരിക്കും. പിന്നെന്താണ്, നമ്മൾ 0 1 എന്തായിരിക്കും, 0 ആയിരിക്കും. സോ 0 ഉണ്ടെങ്കിൽ എന്താണ്, നമ്മൾ 0 ആയിരിക്കും, റൈറ്റ്. 0 ഉണ്ട്, 0 ആയി, റൈറ്റ്. യു ക്യാൻ സി ഇവിടെ 1 1, റൈറ്റ്. അപ്പൊ എന്തായിരിക്കും, 1 ആയിരിക്കും. 1 1 എന്തായിരിക്കും, 1 ആയിരിക്കും. ബാക്കി ഇവിടെ 2 0 ആണ്, സോ 0 ആയിരിക്കും, റൈറ്റ്. വൃത്തിക്ക് നോക്കാം നമുക്ക്, ഇതാണ്, റൈറ്റ്. സോ A ഡോട്ട് B ബാർ എന്തായിരിക്കും, ഇതായിരിക്കും. 1 1 A ഡോട്ട് B ബാർ, റൈറ്റ്. സോ ഇവിടെ മാത്രം യു ക്യാൻ സി എന്തുണ്ട്, 1 ഉണ്ട്. ബാക്കി എല്ലാം എന്താണ്, 0 ആണ്, റൈറ്റ്. നൗ അതുപോലെ നമ്മൾ N3 കണ്ടുപിടിക്കണം, N3, റൈറ്റ്. സോ N3 എന്താണ്, നമ്മുടെ ദിസ് വൺ, നമുക്ക് കിട്ടിയ B ബാർ ആൻഡ് C തമ്മിൽ നമ്മൾ എന്ത് ചെയ്യും, XOR ഓപ്പറേഷൻ ചെയ്യും, റൈറ്റ്. സോ അതെന്തായിരിക്കും, ഇതുപോലെ ആയിരിക്കും, റൈറ്റ്. എന്തൊക്കെ തമ്മിൽ നമ്മൾ ചെയ്യുന്നത്,
യു ക്യാൻ സി N1. N1 എന്താ നമ്മുടെ ബി ബാർ ആണ്. ഇതും പിന്നെന്താണ് നമ്മുടെ സിയും തമ്മിൽ, റൈറ്റ്? സോ നമ്മൾ എന്താണ് XOR എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ഡിഫറെന്റ് വരുവാണ്. 0 1 വരുവാണെങ്കിൽ 1, റൈറ്റ്? സെയിം വരുവാണെങ്കിൽ 0. 1 1 വന്നു 0, 0 0 വന്നു 0, റൈറ്റ്? ഡിഫറെന്റ് വരുവാണ്. 1 0 ഡിഫറെന്റ് ആണ്, റൈറ്റ്? 1 0 1 എന്താണ്? വേറെ വേറെ സിമ്പിൾസ് ആണ്. 1 1 1 വന്നു 0 ആയി, 0 0 വന്നു 0 ആയി, 1 0 വന്നു 0 0 വന്നു 0 ആയി, റൈറ്റ്? ഡിഫറെന്റ് വന്നപ്പോഴത്തേക്കും 1 ആയി. ഓൾറൈറ്റ്? സോ എന്തായിരിക്കും നമ്മുടെ N3 എന്ന് പറയുമ്പോൾ B XOR C. B എന്താണ്? നമ്മുടെ N1 ആണ്, റൈറ്റ്? വാട്ട് ഈസ് ദിസ്? ബി ബാർ. അപ്പോൾ ബി ബാറും സിയും തമ്മിൽ നമ്മൾ എന്ത് XOR ചെയ്തിട്ട് നമ്മൾ ഇത് ഫില്ല് ചെയ്തു, റൈറ്റ്? ഇനി നമ്മൾ എന്ത് ചെയ്യണം? സിമ്പിൾ ആണ്. ഇനി നമ്മുടെ എന്താണ്? നമുക്ക് ഇതെല്ലാം എല്ലാ ഇന്റർമീഡിയറ്റ് നോട്ട്സ് നമുക്ക് കിട്ടി. ഇനി F എന്താ പറയുന്നത്? N2ഉം N3നെയും ഓർ ചെയ്താൽ മതി. N2 എന്ന് പറയുമ്പോൾ ഇതാണ് A ഡോട്ട് ബി ബാർ, ആൻഡ് N3 എന്ന് പറയുമ്പോൾ ഇതാണ്, റൈറ്റ്? സോ ഓർ ഓപ്പറേഷൻ എന്തായിരുന്നു? ഏതെങ്കിലും ഒരു 1 വരുവാണെങ്കിൽ 1 ആയിരിക്കും, റൈറ്റ്? സോ യു ക്യാൻ സി 0 1 ആണെങ്കിൽ ഇത് തമ്മിലാണ് നമ്മൾ ഓർ ഓപ്പറേഷൻ ചെയ്യുന്നത്. 1 0 ആയിരിക്കും, 0 0 0 ആയിരിക്കും, 0 1 എന്തായിരിക്കും? 1 ആയിരിക്കും, 1 1 1 ആയിരിക്കും, 1 0 1 ആയിരിക്കും, 0 0 0 ആയിരിക്കും, 0 1 എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഇറ്റ് വുഡ് കം സംതിങ് ലൈക്ക് ദിസ്, അല്ലേ? സോ ഏതെങ്കിലും ഒരു 1 വന്നു കഴിഞ്ഞാൽ 1 ആയിരിക്കും, ഏതെങ്കിലും ഒരു 1 വന്നാൽ യു ക്യാൻ സി 1, റൈറ്റ്? 1 1 1, റൈറ്റ്? ബാക്കിയെല്ലാം എന്താണ്? 0 ആണ്. സോ നമുക്ക് എന്താണ്? നമുക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ കിട്ടുവാണ് യൂസിങ് വാട്ട്? നമ്മുടെ ABC ഓപ്പറേഷൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു? ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചതിനെ നമ്മൾ കോമ്പിനേഷൻ ലോജിക് അനാലിസിസ് എന്ന് പറയുക. നൗ ഇനി കനോണിക്കൽ SOP എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, SOP എന്ന് പറയുമ്പോൾ എന്താണ്? SOPന്റെ ഫുൾ ഫോം ആണ് സം ഓഫ് പ്രോഡക്ട്സ്. സം ഓഫ് പ്രോഡക്ട്സ്. നൗ വാട്ട് ഈസ് കനോണിക്കൽ? അതും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, the term canonical refers to this typology yielding potentially unminimized logic. ഇപ്പോൾ ഒന്നും മനസ്സിലായി കാണത്തില്ല ഈ unminimized logic എന്താണ്, റൈറ്റ്? അതെല്ലാം നമുക്ക് പതിയെ നോക്കാം. ഓൾറൈറ്റ്? So SOP means sum of product. Canonical SOP means in which every product is a min term. അപ്പോൾ min term എന്താണ്? സി ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നിട്ട് ഇതിനെ നോക്കും. ഓക്കെ, സോ SOP എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് പ്രോഡക്റ്റ്. സം ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പ്രോഡക്ട്സിന്റെ സം, റൈറ്റ്? സംതിങ് ലൈക്ക് എക്സ്പ്രഷൻ ഇങ്ങനെ ആയിരിക്കും. നമ്മുടെ സപ്പോസ് F നമ്മൾ എഴുതുവാണെങ്കിൽ A ഡോട്ട് ബി ഇതൊരു ടേം ആയി, ഓർ ബി ബാർ ഡോട്ട് എ സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഈ എക്സ്പ്രഷൻ എങ്ങനെ എഴുതി? ഇതൊരു ബൂളിയൻ അൽജബ്രയാണ്, ബൂളിയൻ എക്സ്പ്രഷൻ ആണ്. അതെങ്ങനെ എഴുതിയിരിക്കുന്നത്? ഇൻ ദ ഫോം ഓഫ് SOP ആണ് എഴുതിയിരിക്കുന്നത്. സം ഓഫ് പ്രോഡക്ട്സ്, റൈറ്റ്? ഇതെന്താണ്? പ്രോഡക്ട്സ് ആണ്, പ്രോഡക്ട്സിന്റെ സം. അപ്പൊ ചോദിക്കുക എങ്ങനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് POS ആണ്. POS എന്ന് പറയുമ്പോൾ പ്രോഡക്റ്റ് ഓഫ് സം. അപ്പൊ നമുക്ക് Fന് ഡിഫറെന്റ് രീതിയിലും എഴുതാം. സപ്പോസ് ഇങ്ങനെയാണ് ഒരാൾ എഴുതുന്നതെങ്കിൽ, ഇങ്ങനെയാണ് ഒരാൾ എഴുതുന്നതെങ്കിൽ ഇതെന്തായിരിക്കും? പ്രോഡക്റ്റ് ഓഫ് സം, സമ്മിന്റെ പ്രോഡക്റ്റ്, ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൂളിയൻ അൽജബ്രനെ എഴുതാൻ പറ്റും, റൈറ്റ്? ഒന്ന് SOP which is called as the sum of product, and another one is POS which is called as the product of sum. Now canonical SOP എന്ന് പറയുമ്പോൾ എന്താണ്? എവറി ടേം ഇസ് എ പ്രോഡക്റ്റ് ഇസ് എ മിൻ ടേം. ഓക്കെ, അപ്പൊ മിൻ ടേം എന്താന്ന് നമുക്ക് നോക്കാം. മിൻ ടേം മസ്റ്റ് കണ്ടെയ്ൻ എവറി ഇൻപുട്ട് വേരിയബിൾ ഇൻ ഇറ്റ്സ് എക്സ്പ്രഷൻ. എല്ലാ ഇൻപുട്ട് വേരിയബിൾ ആ എക്സ്പ്രഷൻ ഉണ്ടാവണം. നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. A min term is a product term that will be true for only one and only input code. Okay, അതും നമുക്ക് നോക്കാം. ഓക്കെ, സപ്പോസ് there are, നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ഈ ടെർമിനോളജീസും നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാവും. ഓക്കെ, സപ്പോസ് there are two input variables A and B. You can see, ഞാൻ അതൊന്ന് ജസ്റ്റ് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ you have A and B, റൈറ്റ്? നമുക്ക് AB എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് മാത്രമേ ഉള്ളൂ, റൈറ്റ്? അതിന്റെ എല്ലാ കോമ്പിനേഷൻ എന്തായിരിക്കും? 0 0 0 1 1 0 1 1. നമ്മൾ എന്ത് ചെയ്തു? അപ്പൊ മിൻ ടേം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? നമ്മൾ ഇതിനെ തന്നെ ഫുൾ ആയിട്ട് അങ്ങനെ എഴുതുവാണ്. അപ്പൊ എയിന് നമ്മൾ A 0 ആണെങ്കിൽ ബാർ എന്ന് എഴുതും, B 0 ആണെങ്കിൽ ബാർ എന്ന് എഴുതും, 1 ആണെങ്കിൽ ബാർ എഴുതത്തില്ല, അതുപോലെ തന്നെ എഴുതും. സോ ആ രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ A Bന് നമുക്ക് A ബാർ B ബാർ എന്ന് എഴുതാൻ പറ്റും, ആൻഡ് AC 0 1 നമുക്ക് എഴുതാൻ പറ്റും A ബാർ B 1 ആണ്, സോ B എന്ന് എഴുതും, റൈറ്റ്?
ആൻഡ് എ 1 ആയതുകൊണ്ട് എ എന്ന് എഴുതി, ബി 0 ആയതുകൊണ്ട് ബി ബാർ എന്ന് എഴുതി, റൈറ്റ്. എ 1 ആയതുകൊണ്ട് എ എന്ന് എഴുതി, ബി 1 ആയതുകൊണ്ട് ബി എന്ന് എഴുതി. Now you can see, sir, why have we written dot over? എന്തിനാ നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തത്, റൈറ്റ്? അതാണ് മിൻ ടേം. ഓൾറൈറ്റ്, മിൻ ടേം നമ്മൾ ഈ ഫോമിലാണ് എഴുതുന്നത്. SOPയിൽ നമ്മൾ ഏത് ഫോമിലാണ് എഴുതുന്നത്? ഈ ഫോമിലാണ് എഴുതുന്നത്, റൈറ്റ്. എങ്ങനെ? എയും ബിയും രണ്ട് വേരിയബിൾ ഉണ്ട്. 0 0 ആണ്, നമ്മൾ അതിനെങ്ങനെ റിപ്രസെന്റ് ചെയ്യും? എ ബാർ ബി ബാർ എന്ന് റിപ്രസെന്റ് ചെയ്യും. 0 1 ആണെങ്കിൽ നമ്മൾ എങ്ങനെ റിപ്രസെന്റ് ചെയ്യും? എ ബാർ ബി എന്ന് പറഞ്ഞ് റിപ്രസെന്റ് ചെയ്യും. 1 0 ആണെങ്കിൽ എ ബി ബാർ എന്ന് പറഞ്ഞ് റിപ്രസെന്റ് ചെയ്യും. എ ബി 1 1 ആണെങ്കിൽ എ ബി എന്ന് പറഞ്ഞ് റിപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇത് 2 വേരിയബിൾസിന്റെ മിൻ ടേം. സോ ഇതെല്ലാം എന്താണ്? മിൻ ടേംസ് ആണ്. 0 0 നമ്മൾ എന്ത് ചെയ്തു? എ ബാർ ബി ബാർ എന്ന് എഴുതി. 0 1 എ ബാർ ബി എന്ന് എഴുതി. അസോ ആണ്, റൈറ്റ്. സപ്പോസ് നമുക്ക് 3 വേരിയബിൾസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? യു ക്യാൻ സി 0 0 0 നമ്മൾ എന്ത് ചെയ്തും? എ ബാർ ബി ബാർ സി ബാർ. 0 0 1 എഴുതും എ ബാർ ബി ബാർ സി ഇസ് 1. അപ്പൊ നമ്മൾ സി എന്ന് മാത്രം എഴുതും. ഇനി എ ബി സി 0 1 0 ആണെങ്കിൽ എ ബാർ ബി സി ബാർ, സോ ഓൺ, റൈറ്റ്. ഇപ്പൊ നമ്മൾ 1 1 1 ആണെങ്കിൽ എ ബി സി എന്ന് എഴുതും. സോ ഇതെല്ലാം എന്താണ്? ഓരോ ടേം എന്താണ്? നമ്മുടെ സി ഇത് ഇത്രയും കോമ്പിനേഷനിൽ ഉണ്ടാവുള്ളൂ, റൈറ്റ്. സോ ഓരോ കോമ്പിനേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഓരോ മിൻ ടേം വെച്ചിട്ട് കാണിക്കും, റൈറ്റ്. സോ കനോണിക്കൽ SOP എന്ന് പറയുമ്പോൾ എന്താണ്? എവറി പ്രോഡക്റ്റ്, നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പ്രഷൻ എഴുതുവാണെങ്കിൽ, നമ്മൾ ഇതേ ഫോമിൽ എഴുതുവാണെങ്കിൽ നമ്മൾ എന്താ പറയുക? അതിനെ കനോണിക്കൽ SOP എന്ന് പറയും. നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പോഴും നമുക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ടാവില്ല. നമുക്ക് അടുത്തതിൽ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. സപ്പോസ് കൺസിഡർ an OR ഓപ്പറേഷൻ, റൈറ്റ്. സോ 0 0 എന്താണത്? 0 ആണ്. 0 1 എന്താണ്? നമ്മുടെ 1 ആണ്, റൈറ്റ്. ഏതെങ്കിലും ഒരു 1 വരുവാണെങ്കിൽ എന്താണ്? നമ്മുടെ 1 ആയിരിക്കും. ഇതാണ് നമ്മുടെ OR ഓപ്പറേഷൻ. സിമ്പിൾ OR ഓപ്പറേഷൻ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്, റൈറ്റ്. ഇനി നമുക്ക് ഇതിനെ കനോണിക്കൽ SOP വെച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യു ക്യാൻ സി, വി നോ ദാറ്റ് എഫ് ഈസ് ഈക്വൽ ടു എന്താണ്? നമുക്ക് ഇത് കണ്ടറിയാം. ഇത് ഒരു OR ഓപ്പറേഷൻ ആണ്. എ ഓർ ബി ആയിരിക്കും ഇതിന്റെ എക്സ്പ്രഷൻ വരുന്നത്, റൈറ്റ്. ഇതിന് എന്തായിരിക്കും എക്സ്പ്രഷൻ വരുന്നത്? എഫ് ഈസ് ഈക്വൽ ടു എ ഓർ ബി എന്ന് നമുക്ക് അറിയാം, റൈറ്റ്. പക്ഷെ നമുക്ക് ഇതിന്റെ കനോണിക്കൽ SOP എഴുതാൻ നോക്കാം, റൈറ്റ്. കനോണിക്കൽ SOP എന്ന് പറയുമ്പോൾ യു ക്യാൻ സി, എവിടെയാണോ 1 വരുന്നത്, റൈറ്റ്, ഏതൊക്കെ വാല്യൂസ് ആണ്, ഏതൊക്കെ റോസിലാണ് 1 വരുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് മിൻ ടേം, റൈറ്റ്. ഇതിന്റെ കറസ്പോണ്ടിങ് മിൻ ടേം എന്താണ്? എ ബാർ ബി ബാർ നമുക്കറിയാം, റൈറ്റ്. കാരണം 0 0 എന്ന് പറയുമ്പോൾ എ ബാർ ബി ബാർ, ഇതെന്തായിരിക്കും? എ ബാർ ബി ആയിരിക്കും. വൈ? 0 1 ആണ്. 1 0 എന്തായിരിക്കും? എ ബി ബാർ ആയിരിക്കും. എ ബി എന്തായിരിക്കും? 1 1 എന്തായിരിക്കും? എ ബി ആയിരിക്കും, റൈറ്റ്. സോ ഇതെന്താണ്? നമ്മുടെ മിൻ ടേം ആണ്, നമ്മൾ നേരത്തെ നോക്കിയ പോലെ, റൈറ്റ്. സോ ജസ്റ്റ് ക്ലിയർ ചെയ്യാം. സോ നമ്മൾ എന്താ പറയുന്നത്? നമ്മുടെ എഫ് ഇത്രയും ടേംസിൽ 1 ആണ്. സോ ഇതിന്റെ കറസ്പോണ്ടിങ് മിൻ ടേംസ് എന്തായിരിക്കും? എ ബാർ ബി, എ ബി ബാർ ആൻഡ് എ ബി. സോ SOP പറഞ്ഞു വെച്ചാൽ ഇതിനെ 3 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യുക? ഇതുപോലെ എഴുതാം, റൈറ്റ്. സോ ഇതെന്താണ്? നമ്മുടെ കനോണിക്കൽ SOP ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ദിസ്, റൈറ്റ്. നമ്മൾ അതിനെ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഓൾറൈറ്റ്, യു ക്യാൻ സി, നമുക്ക് എന്താണ്? എ ബാർ ബി ഓർ എ ബി ബാർ ഓർ എ ബി, റൈറ്റ്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിനെ പ്രൂവ് ചെയ്യാൻ പോവാണ് ദാറ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഓർ ബി. സോ ഇതെന്താണ്? നമ്മുടെ കനോണിക്കൽ SOP ഫോം. കാരണം എന്താണ്? എവറി ടേം ഈസ് വാട്ട്? എ മിൻ ടേം. യു ക്യാൻ സി, ഇതെന്തുകൊണ്ട് എടുക്കാതിരുന്നത്? കാരണം ഇത് 0 ആണ്. സോ SOP എന്താ പറയുന്നത്? എഫിൽ ഏതൊക്കെ 1 ആണോ അതിന്റെ കറസ്പോണ്ടിങ് മിൻ ടേംസിന്റെ സം ആയിരിക്കും എന്ത്? നമ്മുടെ എക്സ്പ്രഷൻ. ക്ലിയർ ആയി? ഓൾറൈറ്റ്. സോ യു ക്യാൻ സി, മിൻ ടേം എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനത്തെ ഓരോ ടേംസ് ആണ്, റൈറ്റ്. നമ്മൾ കനോണിക്കൽ SOP എടുക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? സം ഓഫ് പ്രോഡക്ട്സ്, റൈറ്റ്. പ്രോഡക്ട്സിന്റെ സം. സോ ഈ 0 എടുക്കത്തില്ല. കാരണം എന്താണ്? ഈ 0 ഇവിടെ വരുന്നില്ല, വാലിഡ് അല്ല, റൈറ്റ്. സോ എഫിൽ 1 ഉള്ള സ്ഥലമല്ല, നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ മിൻ ടേംസ് വെച്ച് നമ്മൾ ഇങ്ങനെ എക്സ്പ്രഷൻ എഴുതുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇതിനെ കനോണിക്കൽ SOP എന്ന് പറയും. ഇതിന് വേറെ രീതിയിലും എഴുതാം, അത് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കും, ഓൾറൈറ്റ്. ഇനി സപ്പോസ് നമ്മൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുവാണ്. ടേക്ക് ദ ലാസ്റ്റ് 2 ടേംസ്. ഈ രണ്ട് ലാസ്റ്റ് 2 ടേംസ് നമ്മൾ എടുത്തു, എ ബി ബാർ ഓർ എ ബി. നമ്മൾ എന്ത് ചെയ്തു? അതിനകത്ത് നിന്ന് എ കോമൺ എടുത്തു. അപ്പൊ എന്ത് ചെയ്തു? ബി ബാർ ഓർ ബി. വാട്ട് ഈസ് ബി ബാർ ഓർ ബി? 1 ആയിരിക്കും. കാരണം എന്താണ്? ബിയിൽ നമ്മൾ ബി ബാർ ഓർ ബി, നമ്മൾ സപ്പോസ് ബിയിൽ 1 ഇട്ട് കൊടുക്കുവാന്ന് വിചാരിച്ചോ. സോ ബിയിൽ നമ്മൾ 1 ഇട്ട് കൊടുത്തു. അപ്പൊ എന്താണ്? ബി ബാർ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ 0 ഓർ 1 എന്താണ്? 1 ആയിരിക്കും. കാരണം ഏതെങ്കിലും ഒരു 1 വന്നാൽ 1 ആയി. സപ്പോസ് ബിയിൽ നമ്മൾ 0 ഇട്ട് കൊടുക്കുവാണെങ്കിലോ ബി ബാർ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഈ സിറ്റുവേഷനിൽ എന്തായിരിക്കും നമുക്ക് എന്താ കിട്ടാൻ പോവുക? 1 ആയിരിക്കും കിട്ടാം. സോ ഇത്രയും ടേം എന്തായി? നമ്മുടെ
യു ക്യാൻ സി ബി ബാർ ഓർ ബി എന്തായി 1 ആയി. നൗ എ ഡോട്ട് 1 എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും, റൈറ്റ്? എനിത്തിങ് നമ്മൾ എന്ത് ചെയ്യുവാണ്? 1 വെച്ചിട്ട് ആൻഡ് ചെയ്യുവാണെങ്കിൽ എന്തായിരിക്കും കിട്ടുക? എ തന്നെ കിട്ടും. സോ ഇത്രയും ടേം നമുക്ക് എന്ത് കിട്ടി? എ കിട്ടി, റൈറ്റ്? സോ ഇത്രയും ടേം എന്താ? നമ്മുടെ എ ആണ്, റൈറ്റ്? ഇനി നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്, റൈറ്റ്? ഈ എ നമ്മൾ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ എ ബാർ ബി ഓർ എ, റൈറ്റ്? അബ്സോർപ്ഷൻ ലോ എന്ന് പറഞ്ഞൊരു ലോ നമ്മൾ പഠിച്ചിരുന്നു. അതിനനുസരിച്ച് നമ്മൾ എന്താണ്? എ ബാർ ബി ഓർ എ ഇങ്ങനത്തെ ഫോമിൽ വരുവാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എ ഓർ ബി തന്നെയാണ്, റൈറ്റ്? ദിസ് ഇസ് കോൾഡ് ആസ് ദി അബ്സോർപ്ഷൻ ലോ, റൈറ്റ്? നമ്മുടെ ആ തിയറമിൽ ആ വീഡിയോയിൽ നിങ്ങൾ പോയിട്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അബ്സോർപ്ഷൻ ലോ എന്താ പറയുന്നത്? എ ബാർ ബി ഓർ എ ഈ ഫോമിൽ വരികയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താണ്? എ ഓർ ബി തന്നെയാണ്. സോ സിംപ്ലിഫൈഡ് ഫോം എന്തായി? എ ഓർ ബി തന്നെയായി, റൈറ്റ്? പക്ഷെ കനോണിക്കൽ SOP ഫോമിൽ നമ്മൾ എഴുതുവാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും എഴുതുക, റൈറ്റ്? സോ യു അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് കനോണിക്കൽ SOP. ഇതേ കാര്യത്തിൽ നമുക്ക് POS വെച്ചിട്ടും സോൾവ് ചെയ്യാൻ പറ്റും, റൈറ്റ്? റൈറ്റ്. ഇനി മിൻ ടേമിന്റെ ലിസ്റ്റ് എങ്ങനെയാണ് നമ്മൾ എഴുതുക? ഓൾറൈറ്റ്, അത് നമുക്കൊന്ന് നോക്കാം, റൈറ്റ്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഇതെല്ലാം നമുക്ക് നോക്കാം, ഓൾറൈറ്റ്? യു ക്യാൻ സി, സപ്പോസ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട, ഇവിടെ നോക്കാം എല്ലാവരും. സോ യു ക്യാൻ സി റോയിൽ നമ്മൾ യു ക്യാൻ സി ഇതെന്താണ്? 0th റോ ആണ്. 0 0 0 0 0 0 1 ഫസ്റ്റ് റോ, 0 1 0 എന്താ? സെക്കൻഡ്. 0 1 1 എന്ന് പറയുമ്പോൾ 3 ആണ്. 1 0 0 എന്ന് പറയുമ്പോൾ 4 ആണ്. 1 0 1 എന്ന് പറയുമ്പോൾ 5 ആണ്. 1 1 0 എന്ന് പറയുമ്പോൾ 6 ആണ്. 1 1 1 എന്ന് പറയുമ്പോൾ 7 ആണ്. സപ്പോസ് നമ്മുടെ ഏതെങ്കിലും ലോജിക് ഡയഗ്രാം, വി ഡോണ്ട് നോ ഏത് ലോജിക് ഡയഗ്രാം ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്, അതിൽ എഫ് ഇത് 1 ആണ്, ഇത് 1 ആണ്, ആൻഡ് ഇത് 1 ആണ്. അപ്പൊ എന്താണ് ഇതിന്റെ കറസ്പോണ്ടിങ് മിൻ ടേംസ് നമ്മൾ എടുക്കും. എ ബാർ ഇതെന്താണ്? എ ബാർ ബി ബാർ സി ബാർ, റൈറ്റ്? ആൻഡ് M3 നമ്മൾ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. മിൻ നമ്മൾ ഇങ്ങനെയാണ് മിൻ ടേം റിപ്രസെന്റ് ചെയ്തത്. M സബ്സ്ക്രിപ്റ്റ് 0, M സബ്സ്ക്രിപ്റ്റ് 3, റൈറ്റ്? ഇതേപോലെ, റൈറ്റ്? സോ 0 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ ബാർ ഓർ ബി ബാർ ഓർ സി ബാർ, കാരണം ഇവിടെ ദിസ് ടേം അത് 1 ആയതുകൊണ്ട് നമ്മൾ അതിനെ എടുക്കുന്നു. 0 1 1 നമ്മൾ ഇങ്ങനെ റിപ്രസെന്റ് ചെയ്യും. എ ബാർ ഓർ അല്ല കേട്ടോ, ഞാൻ ഓർ എന്നാ പറഞ്ഞത്, ആൻഡ് ആണ്. എ ബാർ ആൻഡ് ബി ബാർ ആൻഡ് സി ബാർ. ഇവിടെ എന്തായിരിക്കും നമ്മൾ റിപ്രസെന്റ് ചെയ്യുന്നത്? എ ബാർ ആൻഡ് ബി ആൻഡ് സി, റൈറ്റ്? ആൻഡ് ദിസ് വൺ ഇസ് ഓൾസോ 1. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1നെ യൂസ് ചെയ്തു. എ ബി സി, റൈറ്റ്? എ ഡോട്ട് ബി ഡോട്ട് സി, റൈറ്റ്? ആൻഡ് ഓപ്പറേഷൻ, റൈറ്റ്? സോ എന്താണ് നമ്മുടെ M0 M3 ആൻഡ് M7 ആണ് നമ്മുടെ ഇതിനകത്ത് ഈ പെർട്ടിക്കുലർ ട്രൂത്ത് ടേബിളിൽ നമ്മൾ എന്താണ് 1 ആയിട്ട് കിട്ടിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലിസ്റ്റ് എന്തായിരിക്കും? യു ക്യാൻ സി നമ്മുടെ മിൻ ടേം ലിസ്റ്റ് ഇങ്ങനെ ആയിരിക്കും നമ്മൾ എഴുതുക. സിഗ്മ വെച്ച് നമ്മൾ കാണിക്കും. സിഗ്മ, റൈറ്റ്? SOPനെ നമ്മൾ എങ്ങനെ കാണിക്കുന്നത്? സിഗ്മ, മിൻ ടേം, റൈറ്റ്? SOP ഈസ് ഓൾവേസ് അസോസിയേറ്റഡ് വിത്ത് വാട്ട്? മിൻ ടേം, റൈറ്റ്? സോ മിൻ ടേം നമ്മൾ സിഗ്മ വെച്ചിട്ടാണ് കാണിക്കുന്നത്. സിഗ്മ എ ബി സി എന്ന് പറയുമ്പോൾ എത്ര വേരിയബിൾസ് ഉണ്ട്? നമ്മുടെ എക്സാമ്പിളിൽ എ ബി സി, ഡി ഉണ്ടെങ്കിൽ കോമ ഡി എന്ന് എഴുതും. അതിനകത്ത് ഏതൊക്കെ വാല്യൂസ് ആണ് 1 ആയിട്ട് വന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യും? 0th റോ, റൈറ്റ്? 0th റോ, തേർഡ് റോവും 1 ആണ്, 3, ആൻഡ് 7th റോ ഇസ് ഓൾസോ 1. അപ്പൊ നമ്മൾ എന്ത്? 0, 3, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മിൻ ടേം ലിസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ അതാണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. യു ക്യാൻ റീഡ്, നോ ഇഷ്യൂസ്. ഓൾറൈറ്റ്, എക്സാമിനേഷനിൽ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം. പക്ഷെ ഇതാണ് ഇവിടെ മെയിൻ ചെയ്തിരിക്കുന്നത്, റൈറ്റ്? സോ നമ്മൾ എന്താണ് നമ്മുടെ എഫ് എന്തായിരിക്കും? യു ക്യാൻ സി ഏതൊക്കെയാണോ 1 വന്നത് അതിന്റെ കറസ്പോണ്ടിങ് മിൻ ടേം നമ്മൾ എടുക്കും, റൈറ്റ്? എന്താണ്? എ ബാർ ബി ബാർ സി ബാർ ഓർ യു ക്യാൻ സി ഇതെന്താണ്? സം ഓഫ് പ്രോഡക്റ്റ് ആണ്, റൈറ്റ്? സോ പ്രോഡക്ട്സ് ഇതാണ്, പ്രോഡക്ട്സിന്റെ സം ആണ്. M3 ആണ് എ ബാർ ബി സി, അതുപോലെ എ ബി സി, റൈറ്റ്? സോ യു ഹാവ് ടു റിമെമ്പർ വൺ തിങ്, ഇൻ മോസ്റ്റ് കേസസ് ദിസ് ഇസ് നോട്ട് സി. ഇത് സിംപ്ലിഫൈഡ് ആണോ? അല്ല, ഒരിക്കലും അല്ല, റൈറ്റ്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ചില കേസസിൽ അത് മാത്രമായിരിക്കും സിംപ്ലിഫൈഡ് ആയിരിക്കും, ഇതിനെ ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ഇൻ മോസ്റ്റ് ഓഫ് ദി കേസസ് നമ്മുടെ മിൻ ടേംസ് വെച്ചിട്ട് ഡയറക്റ്റ്ലി നമ്മൾ ഇങ്ങനെ എഴുതുവാണെങ്കിൽ അത് സിംപ്ലിഫൈഡ് ആയിരിക്കണമെന്നില്ല. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾ നോക്കിയായിരുന്നു. ഓർ ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്തു? കനോണിക്കൽ SOP ഫോമിൽ എഴുതിയപ്പോഴത്തേക്കും അതിന് നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വന്നു? സിംപ്ലിഫൈ ചെയ്തിട്ട് എ ഓർ ബി എന്നിലോട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റിയിരുന്നു. അതുപോലെ തന്നെ എഫ് ഇത് ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ആയിരിക്കണമെന്നില്ല. മോസ്റ്റ് ഓഫ് ദി കേസസ് ദിസ് ഇസ് നോട്ട് സിംപ്ലിഫൈഡ് algebraic equation and is subjected to further simplification. Alright, so min term list എന്താണെന്ന് നമുക്ക് മനസ്സിലായി. സോ അടുത്തത് നമ്മൾ കനോണിക്കൽ POS ആണ് പഠിക്കാൻ പോകുന്നത്. POS എന്താണ്? പ്രോഡക്റ്റ് ഓഫ് സം. ഓൾറൈറ്റ്, സോ അഗെയിൻ വേറെ ടെക്നീക്കാണ്, റൈറ്റ്? ഒരേ എക്സ്പ്രഷനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 2 രീതിയിൽ കാണിക്കാൻ പറ്റും, റൈറ്റ്? നമ്മൾ സപ്പോസ് 2 വേരിയബിൾസ് ആൻഡ് 3 വേരിയബിൾസിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ബി, റൈറ്റ്? ഇതെല്ലാം നിങ്ങളുടെ റെഫറൻസിന് വേണ്ടിയാണ്. ഓൾറൈറ്റ്, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എ ബി 0 0 0 1 1 0 1 1 മിൻ ടേമിൽ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്?
എ ബാർ ബി ബാർ, റൈറ്റ്. ഇവിടെ നമ്മൾ എന്താണ്, യു ക്യാൻ സി മാക്സ് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്? സീറോനെ നമ്മൾ ബാർ വെച്ച് റിപ്രസെന്റ് ചെയ്യത്തില്ല, വണ്ണിനെയാണ് നമ്മൾ ബാർ വെച്ച് റിപ്രസെന്റ്. സോ ലിസൺ കെയർഫുള്ളി. സീറോനെ നമ്മൾ എന്താണ് ബാർ വെച്ച് റിപ്രസെന്റ് ചെയ്യത്തില്ല, വണ്ണിനെയാണ് നമ്മൾ ബാർ വെച്ച് റിപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഓർ ആണ് കൊടുക്കുന്നത്, ആൻഡ് അല്ല കൊടുക്കുന്നത്. ഓൾറൈറ്റ്. സോ 0 0 എന്തായിരിക്കും? എ ഓർ ബി, റൈറ്റ്. ഇങ്ങനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഓൾറൈറ്റ്. സോ എ ബിനെ നമ്മൾ എങ്ങനെ റിപ്രസെന്റ് ചെയ്യും? എ ഓർ ബി, റൈറ്റ്. സോ 0നെ നമ്മൾ എങ്ങനെയാണ് ബാർ വെച്ച് റിപ്രസെന്റ് ചെയ്യത്തില്ല, വണ്ണിനെയാണ് നമ്മൾ ബാർ വെച്ച് റിപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഓപ്പറേഷൻ എന്താണ്? ഓർ ആണ് കൊടുക്കുന്നത്, റൈറ്റ്. സോ 0 0 നമ്മൾ എങ്ങനെയാണ് റീപ്രസെന്റ് ചെയ്യുന്നത് മാക്സ് ടേമിൽ? എ ഓർ ബി. സോ 0 1ന് എങ്ങനെയായിരിക്കും? സിൻസ് 0 എന്ന് പറയുമ്പോൾ എന്താണ്? എ ആണ്, ആൻഡ് 0 നമ്മൾ ബാർ കൊടുക്കുന്നില്ല. സോ എ ആൻഡ് ഓർ, റൈറ്റ്. ഓർ ആണ് കൊടുക്കുന്നത്. ഓർ 1ന് നമ്മൾ എന്ത് ചെയ്യും? ബാർ വെച്ച് റിപ്രസെന്റ് ചെയ്യും. സോ ബി ബാർ. സോ ഇൻ ദിസ് വേ 1 0 എന്തായിരിക്കും? എ ബാർ ഓർ ബി. 1 1 എന്തായിരിക്കും? എ ബാർ ഓർ ബി ബാർ. ഇതിന് നമ്മൾ എന്താ പറയുന്നത്? മാക്സ് ടേം എന്ന് പറയുന്നത്, റൈറ്റ്. സോ ഇതെല്ലാം ഓരോ ടേം എന്തായി? 0 0 നമ്മൾ എന്താണ്? എ ഓർ ബി. 0 1 എന്താണ്? എ ഓർ ബി ബാർ. 1 0 എന്താണ്? എ ഓർ എ ബാർ ഓർ ബി. ആൻഡ് 1 1 എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബാർ ഓർ ബി ബാർ, റൈറ്റ്. സോ ഇതെല്ലാം എന്താണ്? നമ്മുടെ മാക്സ് ടേംസ് ആണ്. ഈ മാക്സ് ടേംസ് നമ്മൾ എന്താണ്? ഇടയ്ക്ക് ഡോട്ട് വെച്ചിട്ടായിരിക്കും റിപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ബിക്കംസ് വാട്ട്? POS, റൈറ്റ്. അത് നമുക്ക് നോക്കാം. അതുപോലെ 3 വേരിയബിൾസ് സി ഇതുപോലെ ഇരിക്കും. അതേ ലോജിക് നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്ത് ഞാൻ റാൻഡം ആയിട്ട് ഒരു സപ്പോസ് ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ ഇതെല്ലാം എന്താണ്? 0 1 2 3 4 5 6 7. സോ 5th മാക്സ് ടേം എന്തായിരിക്കും? എ എന്താണ്? 1 ആണ്. സോ 1 റിപ്രസെന്റഡ് ബൈ ബാർ. സോ എ ബാർ ആൻഡ് ഓർ കൊടുക്കണം. ഓർ ബി. ബി എന്താണ്? 0 ആണ്, റൈറ്റ്. ആൻഡ് സി എന്താണ്? 1 ആണ്. സി ഇസ് റിപ്രസെന്റ് ബൈ ബാർ. സോ എ ബാർ ഓർ ബി ഓർ സി ബാർ. ഓൾറൈറ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കാനോണിക്കൽ POSൽ നോക്കുന്നത്. എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ആൻഡ് ഓപ്പറേഷൻ. സപ്പോസ് ആൻഡ് ഓപ്പറേഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, റൈറ്റ്. സോ ആൻഡ് ഓപ്പറേഷൻ എങ്ങനെ ഇരിക്കും? നമുക്കറിയാം 1 1 വരുമ്പോൾ മാത്രമേ അത് 1 ആവുള്ളൂ. ബാക്കി എല്ലാ സിറ്റുവേഷനും എന്തായിരിക്കും? അത് 0 ആയിരിക്കും. റൈറ്റ്. സോ നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇതിന്റെ എക്സ്പ്രഷൻ എഴുതാൻ പോകുക യൂസിങ് മാക്സ് ടേം, റൈറ്റ്. നമ്മൾ POS ആണ്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? SOP വെച്ചിട്ടും ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? POS വെച്ചിട്ടാണ് ഇതിനെ റീപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്, റൈറ്റ്. സോ എവിടെയാണോ നമ്മൾ അവിടെ എന്താ നോക്കിക്കൊണ്ടിരുന്നത്? എവിടെയാണോ 1 വരുന്നത് അതിനെയാണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്, റൈറ്റ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? എ 0 0 എന്തായിരിക്കും നമ്മൾ റീപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്? എ ഓർ ബി. 0 1 എങ്ങനെയായിരിക്കും റീപ്രസെന്റ് ചെയ്യുന്നത്? എ ഓർ ബി ബാർ. 1 0 എങ്ങനെ റിപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്? എ ബാർ ഓർ ബി. 1 1 നമ്മൾ എങ്ങനെ റിപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്? എ ബാർ ഓർ ബി ബാർ, റൈറ്റ്. സോ എവിടേക്കാണോ 0 ഉള്ളത് ആ ടേംസ് നമ്മൾ എടുക്കും, റൈറ്റ്. സോ അവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുണ്ട്? എവിടേക്കാണോ 1 വരുന്നത് അതിനെയാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ എന്താണ്? എവിടേക്കാണോ 0 ഉള്ളത് അതിനെയാണ് നമ്മൾ എടുക്കുന്നത്. ഓൾറൈറ്റ്. സോ യു ക്യാൻ സി ഏതൊക്കെ ടേംസ് ആണ്? ദീസ് ടേംസ്, റൈറ്റ്. ഈ ടേംസ് നമ്മൾ എന്ത് ചെയ്യും? എടുക്കും. എന്നിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും എഴുതാൻ പോകുന്നത്? നമുക്കറിയാം ഇതെന്താണ്? എ ഡോട്ട് ബി ആണ്. നമുക്കറിയാം ബൈ ലോ നമുക്കറിയാം ഇത് എ ഡോട്ട് ബി ആണ്. പക്ഷെ നമ്മളതിന്റെ കനോണിക്കൽ POS എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. യു ക്യാൻ സി ഏത് 0 0 വരുന്ന സ്ഥലമല്ല നമ്മൾ എന്ത് ചെയ്തു? എ ബാർ സി അതിന്റെ കറസ്പോണ്ടിങ് മാക്സ് ടേം എഴുതി. എ ഓർ ബി ഡോട്ട്, റൈറ്റ്. ഡോട്ട് എ സി. അതാണ് നമ്മൾ എന്താ പറയുന്നത്? POS എന്ന് പറയുന്നത്. പ്രോഡക്ട്സ് ഓഫ് സംസ് ആണ് ഇതെല്ലാം, അതിന്റെ പ്രോഡക്റ്റ്, റൈറ്റ്. സോ എ ഓർ ബി ബാർ ഇവിടെ എഴുതി, എ ബാർ ഓർ ബി ഇവിടെ എഴുതി, റൈറ്റ്. ഇത് രണ്ടും സെയിം ആണെന്നാണ് പറയുന്നത്, റൈറ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. സോ നമ്മൾ എന്ത് ചെയ്തു? എ ഓർ ബി നമ്മൾ സിംപ്ലി ഇതിനെ എക്സ്പാൻഡ് ചെയ്ത്, റൈറ്റ്. എ എന്താവും? എ ഡോട്ട് എ എന്തായിരിക്കും? എ എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. എ ബി ബാർ, റൈറ്റ്. ബി എ ആൻഡ് ബി ബാർ, റൈറ്റ്. ബി എന്ന് പറയുമ്പോൾ എന്താ? എ ബി ആണ്. ബി ബാർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0 ആയിരിക്കും വരിക, റൈറ്റ്. ബി ബാർ ഇസ് വാട്ട്? 0, റൈറ്റ്. കാരണം എന്താണ്? നമ്മൾ ഇതിനകത്ത് 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതെന്താവും? 1 ആവും. ഇത് 1 ഇട്ട് കൊടുക്കുക ഇതെന്താവും? 0 ആവും. സോ ഐദർ വേ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഇത് രണ്ടും എക്സ്പാൻഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി?
എ ഓർ എ ബി ബാർ ഓർ എ ബി. ഇനി വീണ്ടും നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ബി കിട്ടും. റൈറ്റ്, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ ബാർ, നോർമലി നമ്മൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ എക്സ്പാൻഡ് ചെയ്യത്തില്ല, അതുപോലെ നമ്മൾ എ ബാർ എന്താണ്? 0 ആണ്. റൈറ്റ്, 0 ഓർ എ ബി ബാർ എ ബാർ. സോ എ ബാർ എ എന്താവും? 0 ആവും. സോ ഈ ടേം മൊത്തം 0 ആവും. റൈറ്റ്, ആൻഡ് എ ബി എ ബാർ അഗെയിൻ എ ബാർ എന്താവും? 0 ആവും. റൈറ്റ്, സോ യു ക്യാൻ സി. അതുപോലെ തന്നെ എല്ലാ കോമ്പിനേഷൻ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അവസാനം എന്ത് കിട്ടുള്ളൂ? എ ബി എ കിട്ടുള്ളൂ. റൈറ്റ്, സോ യു ക്യാൻ സി ദീസ് ആർ സെയിം. നിങ്ങളിത് പേപ്പറിൽ വെച്ച് ചെയ്ത് നോക്കിയാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതെന്താണ്? എ ബി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇനി മാക്സ് ടേം ലിസ്റ്റ് എന്താണ്? അവിടെ നമ്മൾ മിൻ ടേം ലിസ്റ്റ് നോക്കിയിരുന്നു, അതുപോലെ ഇവിടെ മാക്സ് ടേം ലിസ്റ്റ് തിയറി. ഓക്കെ, സപ്പോസ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്, നമുക്കറിയാം ഇതെല്ലാം 0, 1, 2, 3 ഇതെല്ലാം റോസ് ആണ്. ഓക്കെ, സോ നമ്മൾ എന്താണ്? 1 വരുന്നതല്ല 0 വരുന്നതാണ് നമ്മളിവിടെ നോക്കുന്നത്. റൈറ്റ്, സോ 0, 0 ഇത്രയും പോർഷന്റെ മാക്സ് ടേം നമ്മൾ ക്യാപിറ്റൽ എം വെച്ചിട്ടാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ആൻഡ് സബ്സ്ക്രിപ്റ്റ് 1, 2. റൈറ്റ്, സി, കാരണം 1 എന്താണ്? കറസ്പോണ്ടിങ് റോനെയാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്, സോ സീറോസ്, റിമെമ്പർ അഗെയിൻ സീറോസ് വരുന്നതാണ് നമ്മൾ എടുക്കുന്നത്. ഓൾറൈറ്റ്, സോ ഈ നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടിൽ വരുന്ന സീറോസിന് അതിന്റെ കറസ്പോണ്ടിങ് മാക്സ് ടേം നമ്മൾ എടുക്കും. അതിന്റെ കറസ്പോണ്ടിങ് മാക്സ് ടേം എന്താണ്? എ 0 ആണ്, ബി 0 ആണ്, സി 1 ആണ്. സോ നമുക്കറിയാം 0 വരുന്നതെല്ലാം നമ്മൾ എന്താണ്? ബാർ ഇല്ലാതെ എടുക്കും, ഇടയ്ക്ക് ഓർ ഇടും. റൈറ്റ്, സോ എ ഓർ ബി ആൻഡ് സി എന്താണ്? നമ്മുടെ 1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ബാർ ഇടുന്നു, സി ബാർ. റൈറ്റ്, അതുപോലെ തന്നെ M2, M4, M5 ആൻഡ് M6. സോ 1, 2, 4, 5, 6 റോസ് ആണ് നമ്മൾ ഔട്ട്പുട്ട് നമ്മുടെ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി എടുക്കുന്നത്. റൈറ്റ്, 1, 2, 4, 5, 6. സോ ഒബ്വിയസ്ലി എന്തായിരിക്കും നമ്മുടെ മാക്സ് ടേം ലിസ്റ്റ്? നമ്മൾ പൈ വെച്ചിട്ടാണ്, ഇങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ്, നമ്മൾ സിമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. സോ യു ക്യാൻ സി മാക്സ് ടേം എന്തായിരിക്കും? പൈ എ കോമ ബി കോമ സി വേരിയബിൾസ് ആണ്. ഏതൊക്കെ ടേംസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവിടെ? മാക്സ് ടേം ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, ഫോർത്ത് റോ, ഫിഫ്ത്ത് റോ ആൻഡ് സിക്സ്ത് റോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും മാക്സ് ടേം ലിസ്റ്റ് കാണിക്കുന്നത് പൈ എ കോമ ബി കോമ സി ബ്രാക്കറ്റിൽ 1, 2, 4, 5, സോ ഡിപ്പെൻഡിങ് ഓൺ ദി ട്രൂത്ത് ടേബിൾ. റൈറ്റ്, ഡിപ്പെൻഡിങ് ഓൺ ദി ലോജിക് ഡയഗ്രാം വെച്ച് നമ്മൾ കിട്ടുന്ന എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മൾ എന്താണ് ഈ എക്സാമ്പിൾ നമുക്ക് 1, 2, 4, 5, 6 ആണ് കിട്ടിയിരുന്നത്. നമ്മൾ 1, 2, 4, 5, 6 എന്ന് എഴുതി. ഓൾറൈറ്റ്, സോ ഇതിന്റെ എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും എഴുതാൻ പോകുന്നത്? എഫ് എന്തായിരിക്കും? നമ്മുടെ യു ക്യാൻ സി സീറോസ് വരുന്ന സാധനങ്ങൾ നമ്മൾ എടുത്ത് അതിന്റെ മാക്സ് ടേം നമ്മൾ എന്ത് ചെയ്തു? അതുപോലെ എഴുതി. സോ ഈ ടേം നമ്മൾ ആദ്യം എഴുതി, എന്നിട്ട് അടുത്ത ടേം എഴുതുമ്പോൾ നമ്മൾ ഡോട്ട് കൊടുക്കും. സോ ദിസ് ബിക്കംസ് വാട്ട്? POS, പ്രോഡക്റ്റ് ഓഫ് സംസ്. റൈറ്റ്, അപ്പൊ ഇതെന്താണ്? എഫ് ആണ്. അപ്പൊ ഇതിന് നമ്മൾ SOP വെച്ച് കാണിക്കാൻ പറ്റും, തീർച്ചയായിട്ടും SOP വെച്ച് കാണിക്കാൻ പറ്റും. SOP വെച്ച് കാണിക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വൺസിനെ എടുക്കും, ആൻഡ് എന്ത് ചെയ്യും? നമ്മൾ അതിന്റെ മിൻ ടേംസ് എഴുതും. മാക്സ് ടേംസ് അല്ല എഴുതുന്നത്, മിൻ ടേംസ്. സോ മിൻ ടേംസ് എന്തായിരിക്കും? ഇതെല്ലാം 0 എന്തായിരിക്കും? ബാർ വെച്ച്. സോ എ ബാർ ഡോട്ട് ബി ബാർ ഡോട്ട് സി ബാർ, അങ്ങനെ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്. റൈറ്റ്, സോ രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മിൻ ടേം ആൻഡ് മാക്സ് ടേം ഇക്വലൻസ്. അപ്പൊ നമ്മൾ രണ്ട് രീതിയിൽ നോക്കി, മിൻ ടേം വെച്ചിട്ട് SOP, മാക്സ് ടേം വെച്ചിട്ട് POS. റൈറ്റ്, പക്ഷെ ഇത് രണ്ടും എന്താണ്? ഒരേ കാര്യം തന്നെയാണ് നമുക്ക് തരുന്നെന്നുള്ള കാര്യം. രണ്ടും ഈക്വൽ ആണ്. റൈറ്റ്, സോ അത് നമുക്ക് നോക്കാം എങ്ങനെയാന്നുള്ള കാര്യം. റൈറ്റ്, സോ വിച്ച് എവർ വി യൂസ് വി വിൽ ഗെറ്റ് ദ സെയിം റിസൾട്ട്. റൈറ്റ്, അതെങ്ങനെ നമുക്ക് നോക്കാം. സപ്പോസ് മിൻ ടേം, മാക്സ് ടേം. റൈറ്റ്, സപ്പോസ് സി നമ്മൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? നമുക്ക് നോക്കാം. എഫ് നമ്മുടെ സെയിം ആണ്. റൈറ്റ്, 0, 0ൽ 1 വരുന്നുണ്ട്, ആൻഡ് 1, 1ൽ 1 വരുന്നുണ്ട്. ഇവിടെയും 0, 0ൽ 1 വരുന്നുണ്ട്, 1, 1ൽ. ഇത് എക്സാക്ട്ലി സെയിം ട്രൂത്ത് ടേബിൾ ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുവാണ്? മിൻ ടേം വെച്ചിട്ടും മാക്സ് ടേം വെച്ചിട്ട് POS ആൻഡ് SOP വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? രണ്ടിനെയും ചെയ്യാൻ പോവാണ്. രണ്ടും സെയിം റിസൾട്ട് തന്നെ ആയിരിക്കും നമുക്ക് തരാൻ പോകുന്നത്. റൈറ്റ്, സോ യു ക്യാൻ സി മിൻ ടേം നമ്മൾ വെച്ച് യൂസ് ചെയ്യുവാണ്. നമ്മൾ എന്താ? 1നെ ആയിരിക്കും നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മൾ എന്താണ്? എ ഈസ് വാട്ട്? എ ബാർ ആൻഡ് ബി ബാർ. റൈറ്റ്, എ ബാർ ആൻഡ് ബി ബാർ. ആൻഡ് 1ന് നമ്മൾ എങ്ങനെയായിരിക്കും കാണിക്കാൻ പോകുന്നത്? കോംപ്ലിമെന്റ് വെച്ച് കാണിക്കത്തില്ല, AB. റൈറ്റ്, സോ നമ്മുടെ മിൻ ടേം ഇതാണ്. റൈറ്റ്, അതുപോലെ യു ക്യാൻ സി ഓവർ ഹിയർ നമ്മൾ സീറോസിനെയാണ് എടുക്കുന്നത്. റൈറ്റ്, സോ എ ഓർ ബി ബാർ, യു ക്യാൻ സി എ ഓർ ബി ബാർ, ആൻഡ് ദിസ് ഇസ് വാട്ട്? എ ബാർ ഓർ ബി. റൈറ്റ്, 0 നമ്മൾ ബാർ വെച്ച് കാണിക്കത്തില്ല. റൈറ്റ്, സോ നമ്മൾ ഏറ്റവും ആദ്യം മിൻ ടേമിനൊന്ന് നോക്കാം. സോ നമ്മുടെ എഫ് എന്തായിരിക്കും? യു ക്യാൻ സി എ ബാർ ബി ബാർ ഓർ AB. റൈറ്റ്, നമ്മൾ എന്ത് ചെയ്യുവാണ്? നമ്മുടെ മിൻ ടേം ലിസ്റ്റ് സിഗ്മ എ കോമ ബി എന്താണ്? ഒന്ന് 0, ഇത് 0 ആണ്, ഇത് 1, 2, 3. സോ ഏതൊക്കെ ടേംസ് ആണ്? ഇതും. റൈറ്റ്, സോ 0, 3.
സോ അതിൻ്റെ കറസ്പോണ്ടിങ് നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മൾ ഡയഗ്രാം എഴുതുവാണ്. ഡയഗ്രാം നമ്മൾ കൺസ്ട്രക്റ്റീവ് ആണ്. സോ ഇതുപോലെ ഇരിക്കും നമ്മുടെ ഡയഗ്രാം, റൈറ്റ്. സോ എ ബി, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, രണ്ട് നോട്ട് ഗേറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക, എ ബാർ, ഇവിടെ എന്തായിരിക്കും വരിക, ബി ബാർ. സോ ഇതെന്തായിരിക്കും, എ ബാർ ഡോട്ട് ബി ബാർ, കാരണം ഇതെന്താണ്, ഒരു ആൻഡ് ഗേറ്റ് ആണ്, റൈറ്റ്. സോ ഇവിടെ എന്ത് വരും, എ ബാർ ഓർ ബി ബാർ വരും, റൈറ്റ്. അതുപോലെ എയും ബിയും ഡയറക്റ്റ്ലി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. സോ ഇവിടെ എ, ഇവിടെ എന്താണ്, ബി. സോ ഇവിടെ എന്തായിരിക്കും വരിക, എ ബി വരും. ഇതെന്താണ്, ഓർ ഗേറ്റ് ആണ്. സോ എ ബാർ ഡോട്ട് ബി ബാർ ഓർ എ ബി നമുക്ക് കിട്ടും, റൈറ്റ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേ കാര്യത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, POS വെച്ചിട്ടും റീപ്രസെന്റ് ചെയ്യാൻ പറ്റും, മാക്സ് ടേം വെച്ചിട്ട് നമുക്ക് റീപ്രസെന്റ്. ഹൗ, നമ്മൾ നമ്മൾ സീറോസിനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എ ഓർ ബി ബാർ ഡോട്ട് എ ബാർ ഓർ ബി, റൈറ്റ്. അതിന് നമ്മൾ എന്ത് ചെയ്യും, അതെന്താണ് നമ്മുടെ എഫ് ഈസ് ഈക്വൽ ടു പൈ എ കോമ ബി. ഇത് 0 1 2 3, ഇത് രണ്ട് കാര്യത്തിൽ എഴുതി. സോ 1 2. അപ്പൊ ഇത് നമ്മുടെ എന്തായി മാറും, യു ക്യാൻ സി നമ്മുടെ ഡയഗ്രാം ഇങ്ങനെയായി മാറും, റൈറ്റ്. എങ്ങനെ, എ ഓർ ബി, ഓർ ഓപ്പറേഷൻ. നമ്മൾ ഇവിടെ ആൻഡ് അടുത്തുള്ളത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഓർ ഓപ്പറേഷൻ യൂസ് ചെയ്യുവാണ്, റൈറ്റ്. സോ എ ഡയറക്ട്ലി പോയി ഇവിടെ, ആൻഡ് ബി, യു ക്യാൻ സി ബി എന്താണ്, ബാർ വെച്ചിട്ട് ഇവിടെ ബി ബാർ വന്നു. സോ എ, ഇതെന്തായിരിക്കും, എ ഓർ ബി ബാർ, റൈറ്റ്. ഇവിടെ എന്തായിരിക്കും വരിക, യു ക്യാൻ സി എ ഇവിടെ വന്നു ആൻഡ് ഇറ്റ് ഹാസ് പാസ് ത്രൂ നോട്ട്. സോ ഇതെന്തായിരിക്കും, എ ബാർ. ബി ഇവിടെ വന്നു, റൈറ്റ്. സോ എ ബാർ ഓർ ബി, റൈറ്റ്. ഇത് രണ്ടിന്റെയും എന്തായിരിക്കും, ആൻഡ് ആയിരിക്കും ഇവിടെ കിട്ടാൻ പോകുന്നത്. അതാണ് ഇത് എഴുതിയിരിക്കുന്നത്, ഓൾറൈറ്റ്. സോ യു ക്യാൻ സി എന്താണ്, ഇത് രണ്ടും സെയിം തന്നെയാണ്, റൈറ്റ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ട് രീതിയിൽ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ആൻസർ ഇവിടെ വരുന്ന എഫ് എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. കാരണം എഫ് എന്താണ്, 1001 തന്നെ ആയിരിക്കും തരാൻ പോകുന്നത്. നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ റീപ്രസെന്റ് ചെയ്യാൻ പറ്റും, വിച്ച് ഈസ് കോൾഡ് ആസ് ദി ഈക്വലൻസ് ഓഫ് മിൻ ടേം ആൻഡ് മാക്സ് ടേം. നിങ്ങളടുത്ത് ചോദിക്കുമായിരിക്കും, മിൻ ടേമും മാക്സ് ടേമും ഈക്വൽ ആണ്, അല്ലെങ്കിൽ SOPയും POSും ഈക്വൽ ആണെന്നുള്ള കാര്യം നിങ്ങൾ കാണിച്ചാൽ, അത് രണ്ടും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, രണ്ടും സെയിം ആൻസർ തന്നെയാണ് നമുക്ക് തരുന്നത്. സോ ദീസ് ആർ ദി ടോപ്പിക്സ് വിച്ച് ഐ വാണ്ടഡ് ടു ടീച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സ് യൂസ് ചെയ്യാം. ആൻഡ് താങ്ക് യു.